ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള എക്സാം നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുൻപ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BCom BBAയിലെ ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളുടെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും സബ്ജക്റ്റുകളിലൊക്കെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ ഏതെങ്കിലും സബ്ജക്റ്റുകളിലൊക്കെ ഏതെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലേറ്റസ്റ്റ് ആയിട്ട് പുതുതായി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാലിക്കറ്റ് സർവകലാശാല 28/6/2024 വെള്ളിയാഴ്ച അതുപോലെ തന്നെ 1/7/2024 തിങ്കളാഴ്ചകളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ അഫിലിയേറ്റഡ് കോളേജുകൾ, വിദൂര വിദ്യാഭ്യാസ വിഭാഗം, പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ താഴെ പറയുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 28 ജൂൺ നടത്താൻ നിശ്ചയിച്ചിരുന്ന എക്സാമും അതുപോലെ തന്നെ 1/7/2024 ജൂലൈ 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാംസും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതികൾ താഴെ പറയുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു എല്ലാ എക്സാംസും 28 എല്ലാ എക്സാംസും അതുപോലെ തന്നെ 1 എല്ലാ എക്സാംസും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 28 എക്സാം എന്നത്തേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. 28 നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള 4ാം സെമസ്റ്റർ എക്സാമിനേഷൻ സ്പെഷ്യൽ പരീക്ഷകൾ ഉൾപ്പെടെ 1/7/2024 ജൂലൈ 1 മാറ്റി വെച്ചിട്ടുണ്ട്. 28/6/2024 വെള്ളിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള എക്സാം ജൂലൈ 1 മാറ്റി വെച്ചു. ജൂലൈ 1 തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പരീക്ഷ സമയം ഉച്ചയ്ക്ക് 1:30 മുതലായിരിക്കും പരീക്ഷയുടെ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൂലൈ 1 ഓൾറെഡി നടത്താൻ നിശ്ചയിച്ചിരുന്ന എക്സാംസ് അത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു എക്സാംസ് മാറ്റി വെച്ചിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 6 അപ്പോൾ ഈ ഒരു ജൂലൈ 1 നമ്മൾ ഓൾറെഡി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന എക്സാംസ് ജൂലൈ 6 മാറ്റി വെച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ഈ ഒരു എക്സാംസ് നടക്കുന്നത്. ജൂലൈ 6 ശനിയാഴ്ച സമയം രാവിലെ 9:30 മുതലാണ് എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എക്സാം സെൻറ്ററുകളിലൊന്നും മാറ്റമുണ്ടായിരിക്കില്ല. ആകെ മാറ്റമുള്ള എന്താണ്, 28 എക്സാംസ് 1 മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 എക്സാംസ് 6 മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 28 എക്സാംസ് 1 മാറ്റി വയ്ക്കുമ്പോൾ അവിടുത്തെ ആ ഒരു എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 1:30 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 എക്സാം 6 വേണ്ടി മാറ്റി വെച്ചപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 9:30 മുതലാണ് ആ ഒരു എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റേഴ്സിലൊന്നും മാറ്റമില്ല. അതൊക്കെ നിങ്ങളുടെ പഴയ എക്സാം സെൻറ്ററുകൾ തന്നെയാണ് നടക്കുന്നത്. എക്സാംസിൻ്റെ ഒരു പുതിയ ഡേറ്റൊക്കെ മറക്കാതെ നോക്കി വയ്ക്കുക. അതിനനുസരിച്ചിട്ട് ഇനിയും പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എന്തായാലും തന്നെ എക്സാംസിനെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്